മനസ്സിലായിട്ട് കാണുമ്പോൾ എപ്പോഴും ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. കഥകളി പഠിച്ചിട്ടുണ്ടോ? എനിക്ക് വഴങ്ങുന്ന ഇതാണെന്ന് എനിക്ക് പോലും അറിയില്ലാണ്. ഇതെങ്ങനെ വഴങ്ങി വന്നു അതൊന്നും പ്രതീക്ഷിച്ചിട്ട് പറഞ്ഞല്ലോ. അന്നേരം തന്നെ ആ ചേച്ചി എന്തോ ഒരു മുഖത്തടിക്കുന്ന പോലെ മറുപടി ഓ കമോൺ ബേബി ഓയ, അതായത് നമ്മൾ ഒതുങ്ങുകയാണ് എന്നാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത്. ഒരു വീട് വെക്കാന്നുള്ള ആഗ്രഹത്തിൽ തറ കെട്ടിയിട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ കൊറോണ എന്ന് പറഞ്ഞ രവികളെയും വന്നേച്ച് മൊത്തം തൂത്തുവാരി അങ്ങ് കൊണ്ടുപോയി. ഡിക്ഷണറിയിൽ നിന്ന് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ അഭിനയിക്കുന്നതും പേരുണ്ടാക്കുന്നതും ഓരോന്ന് സംസാരിക്കുന്നതും എല്ലാം ഡിക്ഷണറി നോക്കിയാൽ നിയമം വിട്ടിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാനില്ലെന്നോ. എനിക്കിഷ്ടം സത്യം പറഞ്ഞാൽ കമലഹാസനെയാണ്. ഇഷ്ടം തന്നെ പറഞ്ഞ് തട്ടിമുട്ടി നടക്കുന്നിടത്ത് തേങ്ങ കിട്ടുമെങ്കിൽ ഒരു 10-20 തേങ്ങ മാറ്റിട്ട് പോരുന്ന വീട്ടിൽ നിന്ന് വൈഫ് പറഞ്ഞു. ഈ നമ്മള് അഭിനയിച്ചൊരു സിനിമയെന്നൊക്കെ നമ്മുടെ സീൻ മുഴുവനായിട്ടും കട്ട് ചെയ്ത് കളയുമ്പോൾ ഭയങ്കര മാനസിക വിഷമം. ആ സീൻ തൂക്കിയെന്ന് പറഞ്ഞു. ആയിക്കോട്ടെന്ന് ഞാനും പറഞ്ഞു. അഭിനയിക്കില്ല, ജീവിക്കായിരുന്നു. ആ ചേച്ചി ജീവിക്കായിരുന്നു, പക്ഷേ ഞാൻ നിന്ന് കരയുകയും ചെയ്യുമായിരുന്നു. ഒറ്റ അടി എന്നിട്ട് ഈ മുഖം ചെന്ന് ഈ മതലിടിച്ച് എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു, ഇങ്ങനെ കിളി പോയ പോലെ. ഇതെല്ലാം കാണാതെ പിടിച്ചിട്ട് ചെയ്യുന്ന അതാണ് എനിക്ക് കൂടുതൽ വഴങ്ങുന്നത്. ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ വീട്ടിലെ വരുന്ന വഴിക്ക് മീൻ വല്ലതും കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോളം പറയും. Come on baby, oh yeah, welcome to the show Ice Break with Veena. ഓ അങ്ങനെ തന്നെ ആട്ടെ. എന്തുണ്ട് ചേട്ടാ ഈ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി ആകെപ്പാടെ നമ്മള് പരമാനന്ദത്തിലാണോ? സന്തോഷത്തിലാണ്. പിന്നെ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ സന്തോഷമല്ലേ വെച്ചേ. നമുക്കൊരു സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു അവാർഡ് ഒന്നാമത്തെ അല്ല, രണ്ടാമത്തെ കേട്ടോ. 16 കിട്ടിയായിരുന്നു, 15-16 കിട്ടിയായിരുന്നു, 19-20. അപ്പൊ ഭയങ്കര സന്തോഷമല്ലേ. അതിന്റെ പേരിൽ ചേട്ടന് ആഘോഷങ്ങളൊക്കെ നടത്തിയായിരുന്നോ? ലൊക്കേഷനിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ആഘോഷങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കൊറോണ ഒക്കെ കാരണം നമുക്ക് വലുതായിട്ട് അത് എനിക്കൊരു ലാഭമാണ്. നമുക്ക് ചുരുക്കി കാര്യങ്ങളൊക്കെ എടുത്താൽ എല്ലാവർക്കും ഒരേ മിഠായി ഒരേ ജിലേബി ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒതുങ്ങി. വീട്ടുകാർക്ക് ഒന്നും കൊടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ ആഘോഷം ഈ അവാർഡ് കിട്ടിയതിന് ശേഷം വീട്ടിൽ അങ്ങനെ വലുതായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം ഷൂട്ടിങ്ങും അത് ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ കൊറോണ എല്ലാം കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഷൂട്ടിങ് തുടങ്ങിയിരിക്കുന്നുണ്ട്. ലൊക്കേഷനാണ് ഇപ്പം ഞാൻ ഈ അവാർഡ് കിട്ടിയത് അറിയുന്നത് തന്നെ എൻ്റെ മാതാവിൻ്റെ സൂര്യ ടിവിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, എൻ്റെ മാതാവ് സീരിയൽ, അതിൻ്റെ ലൊക്കേഷൻ വെച്ചാണ് അറിയുന്നത്. അത് ഈ തട്ടിമുട്ടിയുടെ നമ്മുടെ ആദ്യത്തെ ഡയറക്ടർ മനോജ് ചേട്ടനാണ് എന്നെ വിളിച്ച് പറയുന്നത്. നസീറേട്ടനെ കാണുമ്പോൾ എപ്പോഴും ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. കഥകളി പഠിച്ചിട്ടുണ്ടോ? എന്റെ ഷേപ്പ് കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് കഥകളി പഠിച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. ആണല്ലേ? എന്തുകൊണ്ട് അങ്ങനെ ഒരു എവിടേക്കോ ആ ഒരു ലുക്ക് വന്നേക്കുന്ന കഥകളി കളിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ഛായ ആ വഴി പോയിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെ ഒരു തോന്നലുണ്ടോ കാണുമ്പോ എന്നെ കാണുമ്പോ? എന്നാ ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സമയം കിട്ടിയില്ല, അങ്ങനത്തെ എന്തെങ്കിലും? ആ പരിപാടി ഒന്നുമില്ല. ഡാൻസ് നല്ലൊരു കലയല്ലേ, അത് നമ്മളെ കൊണ്ടൊന്നും വഴങ്ങുന്ന സാധനമില്ല. അതൊക്കെ അതിന് അർഹതപ്പെട്ടവർ അത് ചെയ്യും. എനിക്ക് വഴങ്ങുന്ന ഇതാണെന്ന് എനിക്ക് പോലും അറിയില്ലാണ്. ഇതെങ്ങനെ വഴങ്ങി വന്ന് അതിലങ്ങോട്ട് പിടിച്ച് കയറി ഇങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു ബാല്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചേട്ടൻ ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് ഹാപ്പിയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്ന ഒരാളാണ് ഞാൻ. നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുമാണ് ഇവിടം വരെ എത്തിയത്, ഞങ്ങളുടെ ഫീൽഡിൽ തന്നെ. അറിയാമല്ലോ, എല്ലാ ഫീൽഡിലും അതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം ഫൈറ്റ് ചെയ്തിട്ടാണ്. ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. ചേട്ടൻ എന്താ പറയുക, നമ്മൾ ഈ ഇൻഡസ്ട്രിയിലൊക്കെ വന്ന് ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. ചേട്ടൻ വാങ്ങിച്ച ഏറ്റവും വില കൂടിയ ഒരു സാധനം എന്താ? സ്വയം വാങ്ങിച്ച വില കൂടിയത് ഞാൻ വാങ്ങിച്ചത് സാധനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തെങ്കിലും ഇപ്പൊ മൊബൈൽ ആയിരിക്കാം, അല്ലെ കാർ ആയിരിക്കാം, 2 വീലർ, വീട്. അത് കാർ തന്നെയാണ് വാങ്ങിച്ചത്. കാർ വാങ്ങിച്ചത് ഏത് കാറാ? ക്രെറ്റയുടെ കാറാണ് വാങ്ങിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ലൊക്കേഷനിൽ വന്നേക്കുന്നത്. അപ്പൊ അതിലാണ് വരുന്നത്. എല്ലാ ഒരുമാനപ്പെട്ടടുത്തൊക്കെ അതിലാണ് പോകുന്നത്. മക്കളൊക്കെ? മക്കൾ 3 പേരാണ്, 2 പെണ്ണും ഒരാണും. മൂത്ത 2 പെൺപിള്ളേരാണ്. 2 പേരെ കെട്ടിച്ച് 2 പേർക്ക് ഓരോ കുട്ടികളായി. ഇളയവൻ ഇപ്പം എഡിറ്റിങ്, മിക്സിങ്, ഗ്രാഫിക്സ് ഒക്കെ പഠിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ വൈഫ് ഹൗസ് വൈഫാണ്. പിന്നെ ഉമ്മ ഉണ്ട് വീട്ടിൽ. ഉമ്മയുടെ പേര് ഐഷ ബീബി, വൈഫിന്റെ പേര് ഫാത്തിമ ബീബി, മൂത്ത മോളുടെ പേര് നാഷ്മി, രണ്ടാമത്തെ നിഷാന, മൂന്നാമത്തെ നാഷി. എന്റെ ചേട്ടൻ ഇതെല്ലാം ഒറ്റ ശാസ്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാക്കി ചോദിക്കാനൊന്നും ഉണ്ടാവില്ല. ശരി, ഞാൻ ഇങ്ങനെ കുറച്ച് എന്താ പറയാ സാങ്കല്പിക ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ. എങ്ങനെ സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ? അതെ, സ്വപ്ന ലോകത്തെ ബാലഭാസ്കരനായിക്കോ. 1 കോടി രൂപ ലോട്ടറി അടിച്ചാൽ എന്താ ചെയ്യാ? കിട്ടിയല്ലോ അത്.
കിട്ടിയാൽ എന്ത് ചെയ്യാ? കിട്ടിയാൽ എന്ത് ചെയ്യാൻ, എപ്പോ വെച്ചിരിക്കുന്നതിന്റെ മേളിൽ കൊണ്ടേ വെക്കുക, അത്രേ ഉള്ളൂ. ഓ, ഒരുപാട് കെട്ടുകെട്ടായിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണല്ലേ? എന്റെ പൊന്നെ, ഇതൊക്കെ ഈ പബ്ലിസിറ്റി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഏറ്റവും വലിയ ഡ്രീമാണ് ഒരു വീടും കൂടെ വെക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ റെന്റിനാ താമസിക്കുന്നത്. ഒരു വീട് വെക്കുക എന്നുള്ള ആഗ്രഹത്തിൽ തറ കെട്ടിയിട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ കൊറോണ എന്ന് പറഞ്ഞ രവികളെയും വന്നേച്ച് മൊത്തം തൂത്തുവാരി അങ്ങ് കൊണ്ടുപോയി. അപ്പൊ ആ പരുവത്തിൽ തന്നെ നിൽക്കുക, തറയും അങ്ങനെ തന്നെ നിൽക്കുക. ഇനിയിപ്പോ രണ്ടാമതൊന്ന് ഓടി വർക്കൗട്ട് ചെയ്തിട്ട് വേണം അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വീടൊന്ന് പണിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൂടെ ഒരു ആഗ്രഹമുണ്ട്. ഒരു ചന്ദ്രനെ പോണോ ശോഭയെ പോണോന്ന് ചോദിച്ചാൽ എന്ത് പറയും ചേട്ടാ? നടപടി ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനു ചോദിക്കാൻ നിൽക്കുന്നു? ഇമാജിനറി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ചന്ദ്രനിൽ പോയൊക്കൊള്ളുന്നൊരു ആഗ്രഹമുണ്ട്. അവിടെ പോയൊരു ചെറിയ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കാം. തട്ടുകടയൊന്നും തുടങ്ങിയിട്ട് രക്ഷയില്ല, അവിടെ വെള്ളമില്ലല്ലോ. അവിടെ പോയൊരു ഷോ ഒക്കെ ചെയ്ത് തിരിച്ചു പോരുക, തിരിച്ചു വന്നാൽ വന്നെന്ന് പറയാം. ശരി, എങ്കിൽ നസീറൊക്കെ ഒരു ഹീറോ ആയിട്ട് അഭിനയിക്കാൻ വിളിക്കുകയാണെങ്കിൽ ഫീമെയിൽ ലീഡായിട്ട് വിളിക്കണമെന്ന് ആഗ്രഹമുള്ള ചോദിക്കുന്നു. എല്ലാം നടപടി ഇല്ലാത്ത കാര്യങ്ങൾ. ഇമാജിനറി ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം പറഞ്ഞു. ഹീറോ ആയിട്ട് ചെയ്യാനായിട്ട് വിളിച്ചാല് സത്യം പറഞ്ഞാലും പോകും. ഇപ്പൊ ഒരു സംഭവത്തിൽ വിളിച്ചിട്ടുണ്ട്, നായകനായിട്ട് വിളിച്ചിട്ടുണ്ട്. സിനിമ ഇവിടെയല്ല, ദുബായിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു ഫീമെയിൽ ലീഡായിട്ട് അഭിനയിക്കണം ചേട്ടൻ ആഗ്രഹമുള്ള നടി ആരാണ്? ഞാൻ ഹോളിവുഡിൽ നിന്ന് എടുക്കുള്ളൂ. അത്രേ ഉള്ളല്ലേ? ചെറിയ നാട്ടിലുള്ള പരിപാടികൾ നാട്ടിൽ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുക. ചേട്ടാ, ഒരു ഹോളിവുഡ് നടിയുടെ ചേട്ടൻ ആഗ്രഹമുള്ള ഒരാൾ പേര് ആരെയും അറിയാലേ, വീഡിയോ കണ്ടാലേ അറിയത്തുള്ളൂ. കമാൻ ബേബി ഓയ്യാ. ആദ്യമേ ശരി ശരി, ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ വീട്ടിലെ വരുന്ന വഴിക്ക് മീൻ വല്ലതും കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോളം പറയും. അതുകൊണ്ട് ഇവനെ അങ്ങ് ഒതുപ്പത്തി വെക്കാം. ഓക്കെ. നഷ്മി നിഷാന നാഷിൻ. നഷ്മി അല്ല, നാഷ്മി നിഷാന നാഷിൻ. എങ്കിൽ നാഷ്മി നിഷാന നാഷിൻ. ഇനി ഒരു നാലാമത്തെ കുട്ടി ഉണ്ടെങ്കിൽ എന്ത് പേരിടും ചേട്ടാ? നാലാമത്തെ കുട്ടി ഉണ്ടായില്ല. കാലത്ത് ഈ പേരുകളൊക്കെ ഇങ്ങനെ നാഷ്മി നാഷാ മാ വെച്ചുള്ള കളികളാണല്ലോ മുഴുവൻ. ഷൈൻ ഇടും, പെണ്ണാണ് ഷൈനിന്ന് ഇടും. എല്ലാവരും ഷായ ഉണ്ടല്ലോ. നായ ഷായ മായും ഇല്ലാത്ത പരിപാടികളൊന്നും ഇല്ല അല്ലേ? ഇല്ല. ഇത് എവിടുന്ന ഈ നായ ഷായ മായും ഇത്ര താല്പര്യം? ഡിക്ഷണറിയിൽ നിന്ന് തപ്പിയെടുക്കുന്നല്ലേ. പിന്നെ പേരൊക്കെ തപ്പിയെടുത്തത് ഡിക്ഷണറിയിൽ നിന്ന് നോക്കിയിട്ടാണ് ഞാൻ ഇപ്പൊ അഭിനയിക്കുന്നതും പേരുണ്ടാക്കുന്നതും ഓരോന്ന് സംസാരിക്കുന്ന എല്ലാം ഡിക്ഷണറി നോക്കിയാൽ. നിയമം വിട്ടിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാനില്ലെന്നുള്ളതാണ്. അതങ്ങനെ ആയി പോയി. ഇവ എന്റെ അടുത്ത് ഇരിക്കുന്നത് കമലഹാസനാണോ അതോ നസീറേട്ടനാണോ? എനിക്കിഷ്ടം സത്യം പറഞ്ഞാല് കമലഹാസനെയാണ് ഇഷ്ടം. നസീർ എന്ന് പറഞ്ഞൊരു മെനകെട്ട സ്വഭാവമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ കമലഹാസൻ എന്ന് പറഞ്ഞാൽ അതല്ല, മാന്യമായി തൊഴിലുമൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഒന്നും ഉണ്ടാക്കാതെ, മറ്റുള്ളവരുടെ ശല്യപ്പെടുത്താതെ, അവരുടെ നിന്ന് കാശുകൾ അപഹരിക്കാതെ നടക്കുന്ന ഒരു വ്യക്തിയാണ് കമലഹാസൻ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു ക്യാരക്ടറാണ് ഏറ്റവും വലിയ ഇഷ്ടം. നസീർ എന്ന് പറയുന്നത് നസീറേട്ടനെങ്കിൽ ഈ മെനകെട്ട സ്വഭാവങ്ങളൊന്ന് പറഞ്ഞേ. ആരുടെ നസീറേട്ടൻ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ഉത്തരവാദിത്വം ഇല്ലായ്മ, ഒരു താല്പര്യം അതാണോ? എന്നിട്ട് വീട്ടുകാർ മീൻ വാങ്ങിക്കാനായിട്ട് ഇപ്പൊ ഫോൺ വിളിക്കുമെന്ന് പറയുമ്പോ മീൻ വാങ്ങിച്ചോണ്ട് ചെല്ലുന്നതല്ലേ ഉത്തരവാദിത്വം? ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇനി വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുന്നതല്ലേ ഉത്തരവാദിത്വം. അപ്പൊ ഞാൻ ഷൂട്ടിലാണെന്ന് എനിക്ക് അവിടെ പറയാറില്ല. ഷൂട്ടിംഗ് നിന്റെ ഇടയ്ക്കാണ് മീൻ വേണ്ടി വിളിക്കുന്നത്. അവിടെ എങ്ങനെ പോയിട്ടുണ്ടോ മീനുണ്ടായി വാങ്ങിക്കുക, അവിടെയാണ് ഉത്തരവാദിത്വം വരുന്നത്. അതാണ്. ഇങ്ങനെ എത്ര തവണ ചേട്ടാ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കഴിഞ്ഞിട്ട് മീൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്? എന്റെ പൊന്നു വെച്ചാൽ മിക്ക ദിവസം ഇതൊക്കെ തന്നെയാ പരിപാടി. മീന്, പുളിയെ, തേങ്ങ. ഇപ്പൊ തന്നെ പറഞ്ഞു തട്ടിമുട്ടി നടക്കുന്നിടത്ത് തേങ്ങ കിട്ടുമെങ്കിൽ ഒരു 10 രൂപ തേങ്ങ വാങ്ങിച്ചിട്ട് പോരുന്ന വീട്ടിൽ നിന്ന് വൈഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫാത്തിമ ചേച്ചിയുടെ ഒരു നടത്തി കൊടുക്കാത്ത ആഗ്രഹം എന്താണ് ചേട്ടാ? അവർക്ക് ഒരുമാതിരിപ്പെട്ട ഒന്നും നടത്തി കൊടുത്തിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും. എനിക്കറിയായിരുന്നു ഇത് ഇനി ഉത്തരം പറയാൻ പോകുന്നത്. അല്ല, അവളുടെ ഇനിയിപ്പോ ആഗ്രഹം, അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മൂത്ത 2 പെൺപിള്ളേരാണല്ലോ, അതുങ്ങളെ കെട്ടിച്ചുവിടുക എന്നുള്ളതായിരുന്നു. ആ ഒരു 2 ആഗ്രഹം സാധിച്ചു കൊടുത്തു. ഇപ്പോഴത്തെ ആഗ്രഹം വീട് വെച്ചു കൊടുക്കുക. പെണ്ണുങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമല്ലോ. ആണുങ്ങൾക്ക് ആഗ്രഹം ഇല്ലേ? ഇല്ല വെച്ചാൽ ആണുങ്ങൾക്ക് എന്താ ആഗ്രഹം? ഈ പറയുന്ന വലിയ ആഗ്രഹങ്ങളൊന്നും ആണുങ്ങൾക്കില്ല. പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ വീട് വെക്കാന്നുള്ളത് പെണ്ണിന്റെ മാത്രം ആഗ്രഹം. പറഞ്ഞത് എനിക്കൊരു മാല വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച അന്ന് ഒരു മാല വാങ്ങിച്ചു കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് സ്വർണ്ണക്കടയിൽ ഞാൻ ഇവരുടെ കൂടെ പോകാറുമില്ല ഈ സ്വർണ്ണം വാങ്ങിക്കാനായിട്ടൊന്നും. കാര്യം പെണ്ണുങ്ങളുടെ കൂടെ കയറി കഴിഞ്ഞാൽ അന്ന് പിറ്റേന്ന് രാവിലെയൊക്കെ സ്വർണ്ണക്കടയിൽ നിന്ന് പോരാൻ പറ്റും. സെലക്ഷൻ ചെയ്ത് ഇങ്ങനെ നടക്കുമല്ലോ. പിറ്റേന്ന് രാവിലെ പോരാൻ പറ്റുന്നത് ചേട്ടന്റെ ഭാഗ്യം. കറക്റ്റ് അല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത്? അത് മാത്രം. അപ്പൊ എന്നാ ഞാൻ വിചാരിച്ചൊരു 1 പവനോ 1.5 പവന്റെ മാല വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. പുള്ളി കയറി പിടിച്ചത് ആദ്യം 10 കയറി പിടിച്ചു. 10 ഇങ്ങനെ ഇറക്കി വന്ന് 6.5 കൊണ്ട ചവിട്ടി. ലാസ്റ്റ് വാങ്ങിച്ചു കൊടുക്കേണ്ട വന്നു. അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം ഒരു കാര്യത്തിന് ഞാൻ ആഗ്രഹങ്ങൾ ചോദിക്കാൻ പോവാറില്ല. ഇനിയിപ്പോ പറഞ്ഞാൽ തന്നെ ഞാനത് കേൾക്കാറുമില്ല. അതാണ് ഏറ്റവും വലിയ സത്യം.
ശരി, 3 മക്കളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ സാധിച്ചു കൊടുത്തേക്കുന്നത്? മക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാകുകയാണെന്നല്ലേ. അത് നല്ല 2 ഭർത്താക്കന്മാരെ റെഡിയാക്കി കൊടുത്തു. മൂത്തയാളുടെ പേര് അനീഷ്, രണ്ടാമത്തത് അജ്മൽ. രണ്ടുപേരും വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അവർക്ക് 2 കുട്ടികളുമുണ്ട്. ശരി, ഒരാളും കൂടെ ബാലൻസ് ഇല്ലേ? അവന്റെ ആഗ്രഹം ഇപ്പൊ ലാസ്റ്റ് അവൻ പറഞ്ഞു അവനൊരു ജാവ വണ്ടി വേണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. വേറെ 1-2 വണ്ടിയുണ്ട്, പക്ഷെ അതൊന്നും അവന് പറ്റത്തില്ല. ഇത് വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുത്തു. ആഗ്രഹം ഇനിയിപ്പം അവനൊരു പുതിയ ആഗ്രഹം എന്താ, പുതിയത് ഇപ്പൊ ഒരു കട എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. ഈ ജെൻസ് വെയർ ഒരെണ്ണം വേണമെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അപ്പൊ അതിനുള്ള പക്വത ആയില്ലാത്തതുകൊണ്ട്, അവൻ അതിനുള്ള പക്വത ആകാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുറകോട്ട് ബ്രേക്ക്. ചേട്ടനൊരു കാര്യം മനസ്സിലായില്ലേ? പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ഇങ്ങനെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് അനന്തമായി നീളുന്നതെന്ന്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ ആണുങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ അതിൽ പെടുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യം, എനിക്ക് അങ്ങനെ ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്ക് കിട്ടുന്നതെല്ലാം ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നതാണ്. കാര്യം അങ്ങനെയാണ് എൻ്റെ ലൈഫ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഡെയിലി കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ചോറ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമല്ലേ? തീർച്ചയായിട്ടും. എന്നും അത് കഴിഞ്ഞിട്ട് ബിരിയാണി കിട്ടുക എന്ന് പറഞ്ഞ ആഗ്രഹമല്ലേ? ഇതൊന്നും ഞാൻ ആഗ്രഹിക്കാതെ തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എന്തിനാ ആഗ്രഹിക്കുന്നത്? എനിക്ക് എൻ്റെ മനസ്സ് ദൈവം കാണുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് തരുന്നുണ്ട് എന്നുള്ള വിശ്വാസം എനിക്ക്. ചേട്ടനോട് ഞാൻ ചേട്ടനെ അസോസിയേറ്റ് ചെയ്ത കണ്ടിട്ടുള്ള പരിചയപ്പെട്ടിട്ടുള്ള കുറച്ച് സിനിമാ താരങ്ങളുടെ പേര് പറയാം. അവരെ കുറിച്ചുള്ള ചേട്ടന്റെ ഒരു നല്ല ഓർമ്മ പറയാമോ? നല്ല ഓർമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമാ താരത്തിന്റെ പേര് പറഞ്ഞില്ല ചേട്ടാ. ഞാൻ പറയാം സിനിമാ താരത്തിന്റെ പേര്. പറഞ്ഞു. ശരി. മമ്മൂക്കയുടെ കൂടെ ഞാൻ എന്താണ്ട് 2 പടം ചെയ്തിട്ടുണ്ട്. നമുക്ക് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ ഒരാളാണ്. കാര്യം എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മമ്മൂക്ക. എന്നെ 1-2 പടത്തിൽ അഭിനയിക്കാനായിട്ട് വിളിപ്പിച്ചത് മമ്മൂക്കയാണ്. അത് കൂടാതെ തന്നെ പേഴ്സണലായിട്ടും മാനസികമായിട്ടും ഞങ്ങൾ തമ്മിൽ നല്ല ആ ഒരു അടുപ്പത്തിലുള്ളതാണ് മമ്മൂക്ക. പൃഥ്വിരാജുമായിട്ട് ഞാനൊരു 3 പടങ്ങളോളം ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്ത കലണ്ടർ എന്ന് പറഞ്ഞ പടം, അദ്ദേഹത്തിന് അത് ഓർമ്മ കാണില്ല. പിന്നെ നമ്മുടെ മഞ്ജുപ്പിള്ളിയുടെ ഭർത്താവ് ചെയ്തൊരു പടത്തിൽ ചെയ്തിട്ടുണ്ട്, ജെയിംസ് ആൻഡ് ആലീസിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അമർ അക്ബർ എന്തോണി 4 പടമുണ്ട്. പിന്നെ ഷാജോന്റെ ഒരു പടം ഇല്ലായിരുന്നോ, ബിഗ് ബ്രദർ, അതിലുണ്ട്. അങ്ങനെ 4 പടത്തിൽ ചെയ്തിട്ടുണ്ട്. ഓർമ്മ എന്ന് പറഞ്ഞാൽ രാജേട്ടൻ വന്നു കഴിഞ്ഞാൽ അഭിനയിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുക. പിന്നെ നമുക്കൊന്നും മിങ്കിൾ ചെയ്യാനുള്ള സ്പേസ് കിട്ടിയിട്ടില്ല. അത് ആ പുള്ളിയുടെ ആ ജോലിയോടുള്ള ആത്മാർത്ഥതയുടെ ആയിരിക്കും. പുള്ളി ആ സമയത്ത് വരുന്നു, അഭിനയിക്കുന്നു, പോകുന്നു. പിന്നെ എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പുള്ളി പറയും ഇത് ഇങ്ങനെ കൂടെ ചെയ്ത് നോക്കൂ, നന്നായിരിക്കും എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ദിലീപേട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. ദിലീപേട്ടൻ നമ്മൾ മിമിക്രിയിലുള്ള കാലം തൊട്ടേ ദിലീപേട്ടനോട് മാനസികമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ദിലീപേട്ടൻ എന്നെ ആദ്യമായിട്ടൊരു പടത്തിൽ ത്രൂ ഔട്ട് വേഷം ചെയ്യാനായിട്ട് ദിലീപേട്ടൻ പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്, വില്ലാളി വീരൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി പടം ദിലീപേട്ടൻ ചന്ദ്രേട്ടൻ അവിടെയാണ്. പിന്നെ അതുകൂടാതെ വേറൊരു പടം ചെയ്തു, പക്ഷെ ആ സിനിമയ്ക്കകത്ത് ഇത് വന്നില്ല. നല്ല സീനുമായിരുന്നു, ഇത് വന്നില്ല. ജോസോം സാർ ഡയറക്റ്റ് ചെയ്തൊരു പടമായിരുന്നു, നല്ല സീനായിരുന്നു. ഞാൻ ഹോസ്പിറ്റൽ അറ്റൻഡറും പുള്ളി അമ്മയെ കാണിക്കാൻ വന്ന ഒരു ഇതുമായിട്ടുള്ളത്. ഈ നമ്മള് അഭിനയിച്ചൊരു സിനിമയെന്നൊക്കെ നമ്മുടെ സീൻ മുഴുവനായിട്ടും കട്ട് ചെയ്ത് കളയുമ്പോൾ ഭയങ്കര മാനസിക വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഉണ്ട്. പക്ഷെ അവരുടെ സാഹചര്യത്തിൽ ഡ്യൂറേഷനൊക്കെ കൂടുമ്പോൾ ഇത് കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും. അപ്പോൾ അത് എൻ്റെ മാത്രമല്ലായിരിക്കും. അവർ പിന്നെ ത്രൂ ഔട്ട് നായകന്മാരുള്ളതുകൊണ്ട് അവരുടെ 3, 4, 5 പീസ് പോയി കഴിഞ്ഞാലും ബാക്കി കിടക്കുക. നമ്മൾ ചിലപ്പോൾ 1, 2 സീനേ കാണത്തില്ല, അതായത് തൂക്കിക്കളയുന്നത്. ഒരു മാനസിക പ്രശ്നം. ഇതിപ്പം ആ പടത്തിൽ നിന്ന് അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷാജോൺ എന്നെ വിളിച്ചു പറഞ്ഞു, നിൽക്കുക സങ്കടപ്പെടരുത് കേട്ടോ, നല്ല സീനായിരുന്നു, ഞങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ ഭയങ്കര ഡ്യൂറേഷൻ ആയതുകൊണ്ട് ആ സീൻ തൂക്കിയെന്ന് പറഞ്ഞു. ആയിക്കോട്ടെന്ന് ഞാനും പറഞ്ഞു, അല്ലാതെ എന്ത് പറയാൻ. വേറെ ഒരുണ്ട്, ഞണ്ടുകളുടെ ഇടവേളയ്ക്കകത്ത് നല്ല സീനായിരുന്നു. അത് നിവിൻ പോളിയുടെ പടമായിരുന്നു. ആ പടത്തിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ ഒരു 3-4 സീൻ എനിക്കുണ്ട്, പക്ഷെ 4 സീനും തൂക്കി കളഞ്ഞു. എന്നിട്ടത് നിവിൻ പോളി എനിക്ക് അത് കട്ട് ചെയ്തിട്ട് എനിക്ക് ഈ പുള്ളി ഇതിൻ്റെ അകത്തിട്ട് യൂട്യൂബിലിട്ട് ആ സീനാണ് ഞാനെടുത്ത് കാണുന്നത്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് പുള്ളി അത് കട്ട് ചെയ്തിട്ട് അത് ഞാൻ കണ്ടു. നിവിൻ പോളിയായിട്ട് ആ ഒരു പടം ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയായിട്ട് 3-4 മന്ദാരം, ഇബിലീസ്, പിന്നെ വേറെ 3-4 പറഞ്ഞ ആസിഫലിയായിട്ട് നല്ല വ്യക്തിയാണ്. എപ്പോഴും ഇക്കാന്ന് മുറിച്ച് വിളിച്ച് പറയാൻ പറ്റുന്നത്. അതൊരു ഒരു ചേട്ടനെ കാണുന്ന പോലെ എന്നെ കാണുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല ക്ലോസ് ആണ്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ വിളിക്കാറും. പിന്നെ വിളിച്ചാൽ ഈ പറഞ്ഞ പോലെ പുള്ളി എല്ലാവർക്കും ഫോൺ എടുക്കുന്ന പുള്ളി ഒരു ചേട്ടനായിരിക്കും. സത്യം, ഞങ്ങൾ എപ്പോഴും കേട്ടേക്കുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ട്, ആസിഫ് അലി ഒരിക്കലും ഫോൺ അറ്റൻഡ് ചെയ്യില്ല, ആസിഫ് അലിയെ വിളിച്ചാൽ കിട്ടാറില്ല. അത് കംപ്ലൈന്റ് അല്ല, അത് അവരെടുക്കാതിരിക്കുന്നതല്ല. എന്നാന്നറിയാം, ഈ അഭിനയിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഒന്നിലെ മേക്കമാന്റെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ അഭിനയിക്കാത്ത സമയത്താണെങ്കിൽ ആസിഫ് ഖാനെ ഫോണിൽ കിട്ടാറേ ഇല്ലെന്നുള്ളതാണ് പൊതുവെ ഉള്ള പരാതി. ലൈൻ ബിസിഡി ആയിരിക്കും. ചേട്ടൻ വിളിക്കുമ്പോൾ എപ്പോഴും കിട്ടാറുണ്ട്? ഞാൻ വിളിക്കുമ്പോൾ ചേട്ടനാ എടുക്കാറുള്ളൂ, പുള്ളിയെ കിട്ടാറുണ്ട്. അപ്പൊ എന്നിട്ട് ഉണ്ടെങ്കിൽ കയ്യിലേക്ക് ഫോൺ കൊടുക്കും. ഫഹദിക്കായിട്ട് ഞാൻ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു പടം ചെയ്യാൻ കാർബൺ ചെയ്തു, ശരിയാ. പക്ഷേ കോമ്പിനേഷൻ സീനല്ല, മണികണ്ഠനുമായിട്ടുള്ളൊരു സീനായിരുന്നു അതെടുത്ത്. പിന്നെ ഒരു പടം പോയി ഞാൻ 2 ദിവസം അഭിനയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ പടം ഇതായിപ്പോയി, ഒരു
എന്താണ് കൂട്ടിക്കിൽ വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്. ആ പടം പിന്നെ അങ്ങോട്ട് നടന്നില്ല, എന്തോ കാരണവശാൽ നടന്നില്ല, അത് പോയി. അത് രണ്ടാമത്തെ പടം അതായിരുന്നു. ജയസൂര്യ എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരനാണ്. ഞങ്ങളുടെ ട്രൂപ്പിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരുന്ന കോട്ടയം സെൻട്രൽ ട്രൂപ്പിൽ ജയസൂര്യ ഉണ്ടായിരുന്നു. ജയസൂര്യ മിക്ക ദിവസം എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. ഫസ്റ്റ് പടം കഴിഞ്ഞപ്പോഴും അവൻ ആദ്യം വന്നത് എൻ്റെ വീട്ടിലാണ്, സംക്രാന്തിയിലാണ് വന്നത്. പിന്നെ ഞങ്ങൾ അത് ഒരുപാട് പടങ്ങളൊന്നും ജയസൂര്യയായിട്ട് ചെയ്തിട്ടില്ല. ഫുക്കറി ചെയ്തായിരുന്നു, ഫുക്കറി ചെയ്തിട്ടുള്ളൂ എൻ്റെ ഓർമ്മയിൽ, അതേ ഉള്ളൂ. അത് സിദ്ദിഖ് സാർ വിളിച്ചാണ്. ഞാൻ കാര്യമായി കനത്ത റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഫുക്കറി മാത്രമേ എനിക്ക് കണ്ടു കിട്ടാൻ പറ്റുള്ളൂ. ഫുക്കറിയിലുള്ളൂ. പിന്നെ അല്ലാതെ ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, വിളിക്കുകയൊക്കെ ചെയ്യും, സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇടയ്ക്ക് കാണുമ്പോൾ വിശേഷങ്ങൾ അന്വേഷിച്ചു. കൊറോണ സമയത്തൊക്കെ വിളിച്ചായിരുന്നു, നിൽക്കാൻ സേഫായിട്ടിരിക്കണം, ഇങ്ങോട്ട് ഇറങ്ങരുത് എന്നൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഏട്ടന് ഭയങ്കര സ്നേഹമാണല്ലേ, കരുതലാണല്ലേ? അതെ ഒത്തിരി പേര് വിളിച്ചായിരുന്നു എന്നെ. സുരാജ് വെഞ്ഞാറമൂട് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഗ്യാങ്ങിൽപ്പെട്ട ആളല്ലേ. സുരാജുമായിട്ട് ആന അലറലോടലറി അലറൽ അതെ, വേറെ ഏതാണ്ട് 2 പടം കൂടി ചെയ്തിട്ടുണ്ട് സുരായിട്ട്. കൂടാതെ ഇപ്പം ഞങ്ങളൊരു ഷോ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഒന്നല്ല, ഇതിനു മുമ്പ് ഷോകൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വിദേശ രാജ്യങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. യൂറോപ്പ്, ലണ്ടൻ, അവിടെയൊക്കെ ഒരുമിച്ച് പോയിട്ടുണ്ട്. നാട്ടിൽ ഒരുപാട് പ്രോഗ്രാംസ് നടത്തി. ഇതിനകത്ത് ഇത്രയും ആക്ടേഴ്സിന്റെ ഒക്കെ കൂടെ അഭിനയിച്ചിട്ട് ഏറ്റവും മാനസികമായിട്ട് അടുപ്പം തോന്നിയിട്ടുള്ള ആരാ? അഭിനയിക്കുന്നവർക്ക് അഭിനയിക്കുമ്പോഴല്ല, എങ്കിൽ വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഒക്കെ ആണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നിയിട്ടുള്ളത് മമ്മൂക്കായിട്ട് തന്നെയാണ്. മമ്മൂക്കായ കഴിഞ്ഞാൽ പിന്നെ ദിലീപേട്ടനോടാണ് മാനസിക അടുപ്പം തോന്നിയിരിക്കുന്നത്. കാര്യം അവരോടൊക്കെ നമുക്ക് എന്തും പറയാം, സംസാരിക്കാം എന്നുള്ളൊരു ഫ്രീഡം അവർ തന്നിട്ടുണ്ട്. അതൊരു വലിയ കാര്യമല്ലേ? അതെ സത്യം. ഈ പൊതുവെ ഞാൻ കേട്ടേക്കണേ, നസീർക്ക ഏതെങ്കിലും ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നസീർക്കയുടെ ഡയലോഗ് ഒന്നും എഴുതി തരേണ്ട കാര്യമില്ല, സ്വന്തമായിട്ടൊക്കെ ചില ഡയറക്ടർമാർ അങ്ങനെ ഏൽപ്പിക്കും. ഇതാണ് സിറ്റുവേഷൻ, ഇങ്ങനെയാണ്, ബാക്കി ഇക്കടെ ഐഡിക്ക് അങ്ങ് പറഞ്ഞൊന്ന് ചിലവർ ഏൽപ്പിക്കും. പക്ഷെ ചിലവർ വരച്ചു വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ നിന്ന് ചെയ്യണമെന്ന് പറയും. അത് നമ്മൾ അതേപോലെ ചെയ്യും, മറ്റേതുപോലെ തന്നെ ചെയ്യും. ചേട്ടൻ സ്വന്തമായിട്ട് ഇട്ട് ഭയങ്കര വൈറലായ ഒരു തട്ടിമുട്ടിക്കാത്ത തന്നെയാണ്. ഒരുപാട് പീസുകൾ നമ്മൾ തന്നെ കൈന്നിട്ടതാണ് ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത്. ഈ കൊറോണ സമയത്തും ഏറ്റവും കൂടുതൽ ടിക്ടോക്ക് വന്നതും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഓരോരുത്തർ കളിയാക്കി വരുന്നതൊക്കെ ഈ പീസുകളാണ് എടുത്തത്. അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ട ഒരുപാടുണ്ട്. പക്ഷേ ഒരെണ്ണം മറ്റേ കള്ളു കുടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സംഭവമില്ലേ, അത് ഞാൻ ഓർക്കുന്നില്ല. കാണണം, കണ്ടാലേ ഓർമ്മ വരും. അതൊക്കെ പെട്ടെന്ന് ഇവിടെ ഞങ്ങളുമായിട്ട് എന്തോ സംസാരിച്ചപ്പോൾ പുറകെ നിന്നപ്പോൾ പെട്ടെന്ന് വായിന്ന് വന്നാണ്. അതൊന്നും പ്രതീക്ഷിച്ചിട്ട് പറഞ്ഞതല്ല. അന്നേരം തന്നെ ആ ചേച്ചി എന്തോ ഒരു മുഖത്തടിക്കുന്ന പോലെ മറുപടി, ഓ കമോൺ ബേബി ഓയ, അതായത് നമ്മൾ ഒതുങ്ങുകയാണ് എന്നാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത്. അത്രയേ ഉള്ളൂ. അതൊന്നും എഴുതി വെച്ചിട്ട് വന്നതൊന്നുമല്ല, അന്നേരം സ്പോട്ടിൽ വന്നത്. ഈ തട്ടിമുട്ടിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ KPSC പോലെ അത്രയും മുതിർന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ളപ്പോൾ അവർ ആരെങ്കിലും ഒക്കെ ചേട്ടന് ചീത്ത വിളിച്ചിട്ടുണ്ടോ? എന്തിന്? എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നല്ല കനത്ത മറുപടികളൊക്കെ നൽകുന്ന ആളാണല്ലോ. അങ്ങനെ ഇല്ല, ചില സമയത്ത് ബ്രേക്ക് ആകാറുണ്ട്. ചിരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് 3-4 പ്രാവശ്യമൊക്കെ ചിലത് എടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ ആ പവർ രണ്ടാമത് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല, അങ്ങനെയുള്ളൂ, അല്ലാതെ ഇല്ല. പിന്നെ ചേച്ചിയുടെ ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. ആണോ? ഓ, ഞാൻ ചീത്തവിളി വരെ എത്തിയുള്ളൂ, അടി വരെ കൊണ്ടിട്ടുണ്ട്. അടി എന്ന് പറയുന്നതിന് വേറുള്ള രീതിയിലുള്ള അടിയല്ല, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള അടിയാ. കാരണക്കുട്ടിയിൽ നിന്നിട്ട് നിന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ. അതൊരു ഓണ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ. അഭിനയിക്കല്ല, ജീവിക്കായിരുന്നു. ചേച്ചി ജീവിക്കായിരുന്നു, പക്ഷേ ഞാൻ നിന്ന് കരയുകയും ചെയ്യുമായിരുന്നു. അതെന്താന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യം ചോദിക്കുമ്പോൾ ചേച്ചി എനിക്കിട്ട് ഒരടി അടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ റിഹേഴ്സൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ കബീർ പൂർണിമ ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഒരു ഓണത്തിന്റെ പ്രോഗ്രാം. ഒറ്റ അടി എന്നിട്ട് ഈ മുഖം ചെന്ന് ഈ മതിലിടിച്ച് എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു, ഇങ്ങനെ കിളി പോയ പോലെ. ഷൂട്ട് അത് നിന്നങ്ങ് അഭിനയിച്ച് കഴിഞ്ഞപ്പം കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. 2 അടിയാ, ഇതൊന്നേ അങ്ങനെ 2 അടി കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യാനാ, ചേച്ചി ലാസ്റ്റ് പറഞ്ഞു, യോ നിസറേ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അവരെയൊക്കെ കൂടെ അഭിനയിക്കാന്ന് പറയാൻ നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ. ഇത്രയും വലിയ സീനിയറുള്ള ആർട്ടിസ്റ്റുകൾ, ഇത് പ്രേം നസീറിന്റെ കാലം തൊട്ട് അഭിനയിച്ച് വരുന്നവരല്ലോ. അത്രയും വലിയ സീനിയർ ആയിട്ടുള്ളവരുടെ കൂടെ നിന്ന് നമുക്ക് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്രയും വലിയ സീനിയർ ആർട്ടിസ്റ്റുകളോടൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്ക് ടെൻഷൻ വരാറുണ്ടോ? എനിക്ക് ടെൻഷൻ ഇല്ല, ഒരു കൂളാണ്. നമ്മൾ അഭിനയിക്കാനും ചെല്ലുന്നതല്ല, അപ്പൊ എന്തായാലും പേടിച്ചിട്ട് കഥയില്ല. പേടിച്ചാലും നമ്മുടെ അഭിനയത്തിൽ ബാധിക്കും. അപ്പൊ അത് പേടിക്കാതിരിക്കുക, നമ്മളങ്ങ് ചെയ്യും. നമുക്ക് പറയുന്ന ക്യാരക്ടർ എന്താണോ അതങ്ങ് ചെയ്യുക, അത്രേ ഉള്ളൂ. പേടിയില്ല. മമ്മൂക്കയുടെ പടത്തിൽ ചെന്നപ്പോൾ എനിക്കൊരു സത്യം, മമ്മൂക്കായെക്കാട്ടും കൂടുതൽ ഞാൻ കമൽ സാറിനെയാണ് പേടിച്ചത്. കമൽ സാറിന്റെ പടമല്ലേ ഉട്ടോപ്പിയിലെ രാജാവ്. അപ്പോൾ ഞാൻ പേടിച്ചു. കമൽ സാറൊക്കെ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു, നസീറേ നീ നമ്മുടെ കമൽഹാസനില്ലേ ആ ഒരു റൂട്ട് പിടിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ
എന്നെ സംക്രാന്തി എന്നാണ് വിളിച്ചത്, ചിലവരെന്നെ സംക്രാന്തി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ സാറ് ഇതെല്ലാം നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു മനസ്സന്തോഷമായി. പിന്നെ ഫ്രീ ആയിട്ട് അങ്ങ് ചെയ്യും. ഞാൻ ചെന്നപ്പോൾ തന്നെ സ്ക്രിപ്റ്റ് വാങ്ങിച്ച് മാറിപ്പോയിരുന്നു, മൊത്തം കാണാതെ പഠിച്ച് പ്രോമിറ്റ് ഒന്നും കേൾക്കാതെ അങ്ങ് അടിച്ചു വിട്ടു. ചേട്ടാ എല്ലാം കാണാതെ പഠിക്കുമോ? ഭയങ്കര ഇതെല്ലാം കാണാതെ പഠിച്ചിട്ട് ചെയ്യുന്ന അതാണ് എനിക്ക് കൂടുതൽ വഴങ്ങുന്നത്. നമ്മൾ പ്രോമിറ്റ് കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധ അവിടെ കൊടുക്കണം, പിന്നെ എക്സ്പ്രഷനെ കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉള്ളിലുള്ളത് ഒരു വാക്ക് പറയാൻ പറ്റിയല്ല. കാണാതെ പഠിക്കുകയാണെങ്കിൽ റിഹേഴ്സൽ അത് അടിക്കാം. സ്കൂളിൽ ഇങ്ങനെ കാണാതെ പഠിച്ചിരുന്നെങ്കിൽ വല്ലപ്പോഴും തീർച്ചയായിട്ടും. അപ്പം അല്ല, അങ്ങനെ കാണാതെ പഠിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ സ്കൂളിൽ പോയാലല്ലേ അത് പറ്റുള്ളൂ. അത് നടന്നില്ല, അതുകൊണ്ട് അതവിടെ വെച്ച് ക്ലോസ് ആയി. ഇതല്ലേ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അടുത്ത ലക്ഷ്യം എന്താണ്? അടുത്ത ലക്ഷ്യം ഇതേപോലെയൊക്കെ തന്നെ ജീവിക്കുക വെച്ചാൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇതേപോലെ തമാശകളൊക്കെ പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിച്ച് ഇങ്ങനെ ജീവിച്ച് പോവുക. ഇനിയിപ്പോൾ ഈ കാലം ഇപ്പോൾ കൊറോണ ആയില്ലേ, ഇനിയിപ്പോൾ എന്ത് മഹാമാരിയാണ് ഇനി അടുത്ത വരാതിരിക്കും. എന്തായാലും ഒന്നും വരാതിരിക്കട്ടെ. ഇതിൽ തന്നെ നമ്മൾ ഒരുപാട് പെട്ടുപോയി. ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ ഒത്തിരി ത്യാഗം ഈ ഒരു കുറേ മാർച്ച് തൊട്ട് തുടങ്ങിയതാണ്. ഞാനൊക്കെ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ചെറിയ TV പരിപാടികളൊക്കെ ആയിട്ട് കടന്നു പോകുന്നുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ബേസിക്കലി മിമിക്രി, ഗാനമേള, നാടകം, സ്റ്റേജ് ആർട്ടിസ്റ്റുകളെ. സ്റ്റേജില്ലല്ലോ, സ്റ്റേജൊക്കെയാണ് ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനം കിട്ടുന്നതും നമുക്ക് ചെയ്യുന്നതിൻ്റെ കൂലി അന്നേരം കിട്ടുന്നത് അവിടെ നിന്നാണ്. അതൊക്കെ നിന്ന് പോയപ്പോൾ ആകപ്പാടെ മാനസികമായിട്ട് ഒത്തിരി പേര് പലരും പല ജോലിയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ. കൊറോണയൊക്കെ മാറി നമ്മുടെ എല്ലാവരുടെയും ജീവിതമൊക്കെ തെളിയട്ടെ. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. എന്തായാലും ഇത്രയും സമയം നമ്മുടെ കൂടെ ചെലവഴിച്ചതിന് താങ്ക് യു സോ മച്ച് ചേട്ടാ. വീണ്ടും കാണാം. കൊറോണ ഇല്ലല്ലോ കയ്യിലല്ലേ? ഇവിടെയൊക്കെ നിന്ന് ഷൂട്ട് ചെയ്ത് ചേട്ടനെയാണ് ഞങ്ങള് മേടിക്കുന്നത്. ഇല്ല, ഞാൻ കയ്യിൽ തൊലി പോയിരിക്കുകയാണ്. മറ്റേ സാധനം ഇട്ടിട്ട് ഇവിടെ വന്ന് മറ്റേ സ്പ്രേയും കൂടെ അടിച്ചു തന്നതാണ് ഞങ്ങൾ. അപ്പം എല്ലാവർക്കും എൻ്റെ നമസ്കാരം പറയുകയാണ്. എല്ലാവരും ഇനിയും എൻ്റെ പ്രോഗ്രാം കാണണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, ബൈ.